കനത്ത തോൽവിക്ക് പിന്നാലെ കേരള കോൺഗ്രസ് എമ്മിൽ ഉൾപാർട്ടി സംഘർഷം രൂക്ഷമായി. മുന്നണി മാറ്റത്തോട് സഹകരിക്കാതിരുന്ന റോഷി അഗസ്റ്റിനാണ് ഈ തിരിച്ചടിയുടെ ഉത്തരവാദിത്വമെന്ന് തുറന്നടിച്ച ജയകൃഷ്ണൻ പുതിയടത്തെ പുറത്താക്കി. മുന്നറിയിപ്പ് നൽകിയിട്ടും അച്ചടക്ക ലംഘനം തുടർന്നു എന്നാണ് നടപടിക്കുറിപ്പ്. എന്തായാലും കനത്ത തിരിച്ചടി ചർച്ച ചെയ്യാൻ കേരള കോൺഗ്രസ് എം സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം 9-ന് ചേരും. ജോസ് കെ മാണി വിഭാഗത്തിനെതിരെ ആദ്യം രംഗത്ത് വരുന്നത് കേരള കോൺഗ്രസ് ചെയർമാനായ PJ ജോസഫാണ്. രണ്ടില വാടിക്കൊഴിഞ്ഞെന്നും ഇനി തറവാട്ടിലേക്ക് മടങ്ങി വരാനുള്ള സമയമാണെന്നും PJ ജോസഫ് വ്യക്തമാക്കി. ഇതിന് പിന്നാലെ PC തോമസും ജോസ് കെ മാണി വിഭാഗത്തിനെതിരെ രംഗത്തെത്തി. പാർട്ടിയുടെ ചിഹ്നം തന്നെ നഷ്ടമായിരിക്കുന്നുവെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇപ്പോൾ പൂജ്യമായി പോയ പാർട്ടിക്ക് ഒരു ചിഹ്നം പോലും ഇനി സ്വന്തമായിട്ടുണ്ടാവില്ല. കാരണം അംഗീകൃത പാർട്ടി ആവുകയില്ല. അംഗീകൃത പാർട്ടി ആകണമെങ്കിൽ ഇത്ര സീറ്റ് വേണമെന്നുണ്ട്. തോൽവിക്ക് പിന്നാലെ മന്ത്രി റോഷി അഗസ്റ്റിനെതിരെയും കേരള കോൺഗ്രസിൽ വലിയ അമർഷം പുകയുകയാണ്. സംസ്ഥാന കമ്മിറ്റി അംഗം ജയകൃഷ്ണൻ പുതിയടത്താണ് റോഷിക്കെതിരെ രംഗത്തെത്തിയത്. പാർട്ടിയെ വലിയ തോൽവിയുടെ പടുകുഴിയിലേക്ക് നയിച്ചത് റോഷി അഗസ്റ്റാണെന്നാണ് ജയകൃഷ്ണന്റെ ആരോപണം. റോഷി ഒരിക്കലും പാർട്ടി വിധേയപ്പെട്ടു നിന്നിട്ടില്ല. മന്ത്രിയായി കഴിഞ്ഞപ്പോൾ, അധികാരം കിട്ടിക്കഴിഞ്ഞപ്പോൾ തലയ്ക്ക് മത്തുപിടിച്ചുകൊണ്ട് പാർട്ടിക്കാരെ മുഴുവൻ വെല്ലുവിളിച്ചു. അധികാരത്തിൽ നിന്നും മാറുവാൻ ഒട്ടും താല്പര്യം കാണിക്കാതിരുന്ന റോഷി അധികാരത്തോടുള്ള താല്പര്യത്തിന്റെ പേരിൽ മാത്രം ഈ പാർട്ടിയെ ഉറ്റുകൊടുത്തുകൊണ്ട് ചെയർമാനെ ബലിയാടാക്കുകയാണ് ചെയ്തത്. ജയകൃഷ്ണന്റേത് ആദ്യ പൊട്ടിത്തെറി മാത്രമാണെന്നാണ് വിലയിരുത്തൽ. വരും മണിക്കൂറുകളിൽ കൂടുതൽ പേർ റോഷിക്കെതിരെ രംഗത്തെത്താനാണ് സാധ്യത. പരാജയത്തിന്റെ പാപഭാരം മുഴുവൻ ചുമക്കേണ്ട ഉത്തരവാദിത്തം റോഷി അഗസ്റ്റിനായി മാറിയിരിക്കുകയാണ്. ഇടുക്കിയിൽ നിന്ന് ജെയിനസ് രാജു, മാതൃഭൂമി ന്യൂസ്.